ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു ട്രെയിലർ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് എടുത്ത് പറയുന്നത്. അതായത് നമുക്കറിയാം ഈ ഒരു പടം ഇറങ്ങാൻ ഇനിയും ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട്. അതായത് 2026 ഡിസംബർ മാസമാണ് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ തിയേറ്ററിൽ റിലീസാകാൻ പോകുന്നത്. ഡിലേ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഫൈനലി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്ത വർഷം ഡിസംബർ മാസം തന്നെയാണ്. പിന്നെ ഡേറ്റിൽ വല്ല വ്യത്യാസം വരാനും സാധ്യത കാണുന്നുള്ളൂ. അല്ലാതെ ഇനി അത് 2027 തള്ളി പോകത്തില്ലെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മെയിൻ അപ്ഡേറ്റ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ആഴ്ച, അതായത് നമ്മുടെ അവതാർ ഫയർ ആൻഡ് ആഷ് എന്നുള്ള പടം ഇറങ്ങുന്നതിൻ്റെ കൂടെ നമ്മുടെ ഡൂംസ്ഡേയുടെ ഫസ്റ്റ് ടീസർ വരുന്നുണ്ടെന്നൊക്കെ പല റൂമേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ല. കാരണം ഇതിൻ്റെ ട്രെയിലർ എന്തായാലും അടുത്ത വർഷം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഇറങ്ങാൻ സാധ്യത കാണുന്നുള്ളൂ, ടീസറായാലും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൊമോഷൻ തുടങ്ങിയ സ്ഥിതിക്ക് അവരെന്തായാലും അതിൻ്റെ ഒരു ഗ്ലിംസ് പോലെ ഒരു സംഭവമായിരിക്കും മിക്കവാറും ഈ ഒരു പടത്തിൻ്റെ കൂടെ അവർ ഇടാൻ സാധ്യത കൂടുതൽ. പക്ഷേ നമുക്കിപ്പോൾ ലേറ്റസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അവതാർ ഫയർ ആൻഡ് ആഷ് എന്നുള്ള പടത്തിൻ്റെ റിലീസിൻ്റെ കൂടെ ഇറങ്ങുമെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിന് മുന്നേ കിട്ടാൻ പോകുന്നതാണെന്ന് നമുക്ക് ലേറ്റസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് വരുന്ന വ്യാഴാഴ്ച, അതായത് ഡിസംബർ 11-ാം തീയതിയാണ് ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഫസ്റ്റ് ടീസർ റിലീസ് ആക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നമ്മുടെ ഇൻഫിനിറ്റി വാറിൻ്റെ എൻഡ് ഗെയിമിൻ്റെ ആദ്യത്തെ ടീസർ ഇറങ്ങിയ പോലെ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഇത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത വർഷം ഡിസംബർ വരെ ഇനി സമയം കിടപ്പുണ്ട്, അവർക്ക് ഒത്തിരി വർക്കും ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോഴേ നമുക്ക് 1 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെയും ടീസർ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല റൂമേഴ്സും പ്രകാരം മനസ്സിലാകാൻ പറ്റിയിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടീസർ എന്ന് പറയുന്നത് 58 സെക്കൻഡ് ഉള്ളതെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു 10-30 സെക്കൻഡ് തന്നെ നമ്മുടെ പഴയ MCUവിലെ ഫുട്ടേജസും അതേപോലെ തന്നെ പഴയ എക്സ്മെൻ മൂവീസിൻ്റെയൊക്കെ ഫുട്ടേജസും ഡയലോഗ്സൊക്കെ ജസ്റ്റ് വന്നു പോയതിന് ശേഷം ഏറ്റവും അവസാനത്തെ ഒരു 8 സെക്കൻഡിലും ആയിരിക്കും നമ്മുടെ ഡൂമിൻ്റെ എന്തെങ്കിലും ഒരു ലുക്ക് കാണിക്കാൻ പോകുന്നതാണ് പല റൂമേഴ്സൊക്കെ പറയുന്നത്. അറിയത്തില്ല, പക്ഷേ ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. എന്തായാലും ഇത്ര നേരത്തെ ടീസർ പ്രതീക്ഷിച്ച് നമ്മളെ കുറ്റം പറയാനും പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു 58 സെക്കൻഡ് ടീസർ ആയിരിക്കും ഈ അടുത്ത ആഴ്ച, അതായത് വ്യാഴാഴ്ച 11-ാം തീയതി റിലീസ് ആകാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയാം, നമ്മുടെ DC സൈഡിൽ നിന്ന് നമ്മുടെ സൂപ്പർമാന് ശേഷം വരാൻ പോകുന്ന അടുത്ത DC പടം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ഗേൾ എന്നുള്ള പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ട്രെയിലർ വരാൻ പോകുന്നുണ്ടെന്ന് റൂമറല്ല, ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ ഇപ്പോൾ നമ്മുടെ DC അല്ലെങ്കിൽ WB ഒക്കെ ഒഫീഷ്യൽ ചാനലിൽ അവർ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പർ ഗേളിൻ്റെ ട്രെയിലർ വരുമെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ കാര്യത്തിൽ മാർവലിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ ഏകദേശം പല ഇൻസൈഡേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് വരുന്ന സൂപ്പർ ഗേളിൻ്റെ ട്രെയിലർ ഇറങ്ങുന്ന ആ ഒരു സെയിം ഡേറ്റിൽ തന്നെയാണ് നമ്മുടെ ഡൂംസ്ഡേയുടെ ട്രെയിലർ വരുന്നതെന്ന് പറയുന്നുണ്ട്. ട്രെയിലറല്ല, ആ ഒരു ഗ്ലിംസ് വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം. അപ്പോൾ ആരൊക്കെ നമ്മുടെ ഡൂംസ്ഡേയുടെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.